പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് കമന്റ് വന്നതാണ്. പിണറായി വിജയന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ അയാൾ വന്ന വഴികൾ എന്താണെന്നൊക്കെ. നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് പിണറായി വിജയനെ കുറിച്ച് എന്നുള്ളത് നമുക്ക് കേൾക്കാം. ഓക്കെ, ജെമിനി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര വരെ പഠിച്ചു, എന്താണ് അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ വന്ന വഴികൾ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞുതരാമോ നമ്മുടെ സുഹൃത്തുക്കൾക്കാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയെക്കുറിച്ചും ചുരുക്കത്തിൽ താഴെ നൽകുന്നു. സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാൻ ഇത് ഉപകരിക്കും. വിദ്യാഭ്യാസ യോഗ്യത. പിണറായി വിജയൻ ഒരു ബിരുദധാരിയാണ്. കണ്ണൂരിലെ പ്രശസ്തമായ ബ്രണ്ണൻ കോളേജിൽ നിന്നാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസം പെരളശ്ശേരി ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കി. കോളേജ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ BA ഇക്കണോമിക്സ് ബിരുദം നേടി. കടന്നു വന്ന വഴികൾ ചുരുക്കത്തിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്നതാണ്. 1. തുടക്കം. ഒരു നെയ്ത്ത് തൊഴിലാളിയുടെ മകനായി ജനിച്ച അദ്ദേഹം പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. KSFിലൂടെ ഇന്നത്തെ SFI ആയിരുന്നു തുടക്കം. 2. യുവജന നേതാവ്. പിന്നീട് KSYFന്റെ ഇന്നത്തെ ഡൈഫൈ നേതാവായി വളർന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 3. നിയമസഭയിൽ 1970 തന്റെ 26-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 4. പാർട്ടി നേതൃത്വത്തിൽ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പിന്നീട് സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം പാർട്ടിയെ നയിച്ചു. 5. ഭരണരംഗത്ത് 1996 EK നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 6. മുഖ്യമന്ത്രി. 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 2021 തുടർച്ചയായ 2ാം തവണയും അധികാരത്തിലെത്തി ചരിത്രം കുറിച്ചു. ശ്രദ്ധേയമായ കാര്യം, കടുത്ത പ്രതിസന്ധികളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പ്രളയം, കോവിഡ് നേരിട്ട രീതി അദ്ദേഹത്തെ ഒരു കരുത്തനായ ഭരണാധികാരി എന്ന നിലയിൽ ശ്രദ്ധേയനാക്കി. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ എന്തെങ്കിലും വിവരങ്ങൾ, ഉദാഹരണത്തിന് അദ്ദേഹം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ അറിയണോ? വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. 3ാമതും പിണറായി വിജയൻ ഭരണത്തിൽ വരുമോ? പിണറായി വിജയൻ 3ാം തവണയും അധികാരത്തിൽ വരുമോ എന്നത് കേരള രാഷ്ട്രീയം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഇതിനെക്കുറിച്ച് നിലവിലുള്ള ചില വസ്തുതകൾ താഴെ പറയുന്നവയാണ്. 2026 തിരഞ്ഞെടുപ്പ്. അടുത്ത കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ആ തിരഞ്ഞെടുപ്പിലെ ജനവിധിയെ ആശ്രയിച്ചിരിക്കും അദ്ദേഹം 3ാമതും മുഖ്യമന്ത്രിയാകുമോ എന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ 2021 തുടർഭരണം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചതുപോലെ 2026 ഹാട്രിക് വിജയം നേടാനാകുമെന്ന് CPIM നേതാക്കളും മുഖ്യമന്ത്രിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ തന്നെയാകും അടുത്ത തെരഞ്ഞെടുപ്പിലും LDFനെ നയിക്കുക എന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യം. 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും ഭരണവിരുദ്ധ വികാരം, വികസന പദ്ധതികൾ, ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖം, K-ഫോൺ, പ്രതിപക്ഷമായ UDFന്റെയും BJPയുടെയും മുന്നേറ്റം തുടങ്ങിയ ഘടകങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. പ്രവചനങ്ങൾ. ചില രാഷ്ട്രീയ നിരീക്ഷകരും നേതാക്കളും, ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ അദ്ദേഹം 3ാമതും വരുമെന്ന് പ്രവചിക്കുമ്പോൾ പ്രതിപക്ഷം ഭരണമാറ്റത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം 3ാമതും വരുമോ എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെയും ജനങ്ങളുടെ തീരുമാനത്തെയും ആശ്രയിച്ചിരിക്കും. നമുക്ക് 2026 വരെ കാത്തിരുന്ന് കാണാം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കമന്റ് ഇടാനുള്ള അവസരമുണ്ട്. നമ്മുടെ പിണറായി വിജയൻ 3ാമത്തതും ഭരണത്തിൽ വരുമോ, ഹാട്രിക് അടിക്കുമോ? കമന്റിലൂടെ പറയാം. എങ്ങനെയുണ്ടായി പിണറായിയുടെ 10 വർഷത്തിലെ ഭരണം? 2 തവണ കേരളം ഭരിച്ചു. ഇന്നേ വരെയും 2 തവണ ആരും ഭരിച്ചിട്ടില്ല. മാറിയായിരുന്നു ഭരിച്ചത്. പക്ഷെ ഇപ്രാവശ്യം 2 തവണ. 3ാം തവണയും ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കമന്റിൽ പറയുക.